ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഇനിയുള്ള 2-3 ദിവസം മാർക്കറ്റ് ഒരു സൈഡ് വേസിനുള്ള പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റുകളൊന്നും ഉച്ച വരയ്ക്ക് തന്നിട്ടുണ്ടായില്ല. ഉച്ചയ്ക്ക് ശേഷം മാത്രം എന്ത് ചെയ്തു, ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റ് തന്നു എന്നുള്ളതാണ്. ആ ഒരു 12 മണിക്ക് ശേഷം ഒരു ചെറിയൊരു ബ്രേക്ക് ഔട്ട് തന്നു. പക്ഷെ അതൊന്നും എന്ത് ചെയ്യില്ല, മാർക്കറ്റിനെ വലിയ മൂവ്മെൻറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം മാർക്കറ്റ് ഒരു ഫ്ലാഗ് രൂപപ്പെട്ട് മാർക്കറ്റ് നിന്നു എന്നുള്ളതാണ്. ഇനി നാളേക്കാണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റേഞ്ചിൽ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ 52,600 മേലെ ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ കോൾ സൈഡിലേക്കുള്ള ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. നിലവിൽ ഒരു ട്രേഡും മേലേക്ക് കാണാനില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നാളെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തോട്ടെ, ഗ്യാപ്പ് അപ്പിലായിക്കോട്ടെ, 52,600 എന്നുള്ള ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് തന്ന് ഒരു 5 മിനിറ്റിനെങ്കിലും ക്യാൻഡിൽ അതിൻ്റെ മുകളിൽ നിന്നാൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡ് കോൾ സൈഡിലേക്ക് പ്ലാൻ ചെയ്യുക. 52,846, 52,950, 53,050 എന്നുള്ള ലെവലുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇല്ല, മാർക്കറ്റ് ഈ ഒരു ലെവൽ തന്നെയാണ് ഓപ്പണിംഗ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ട്രേഡുകളില്ല. ഇവിടെ സൈഡ് വൈസ് ആയിട്ട് തീരാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. ഇൻ കേസ് നാളെ ബാങ്ക് നിഫ്റ്റി 52,000 എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ലെവല് ബ്രേക്ക് ഡൗൺ തരികയാണെങ്കിൽ ഇതിന് താഴെ ഒരു ക്യാൻഡിൽ, ഒരു 15 മിനിറ്റിൻ്റെങ്കിലും ക്യാൻഡിൽ ക്ലോസിങ് തന്ന് റീടെസ്റ്റിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അതിനുശേഷം റീടെസ്റ്റിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇതായിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഉണ്ടാക്കിയ ക്യാൻഡിലിൻ്റെ ലോ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാർക്കറ്റ് ഇതിനു മുമ്പ് ഉണ്ടാക്കിയ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ, അത് ഫില്ല് ചെയ്യാനും എന്ത് ചെയ്യാം, മാർക്കറ്റ് വരാമെന്നതാണ്. അപ്പോൾ ഈ 2 ടാർഗറ്റുകൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ താഴേക്കുള്ള ട്രേഡ് എന്ത് ചെയ്യാം, നിങ്ങൾ മാക്സിമം ക്വാണ്ടിറ്റി കുറച്ച് നോർമൽ ക്വാണ്ടിറ്റിയുടെ പകുതിയോ അതിലും കുറവ് ക്വാണ്ടിറ്റി മാത്രം ട്രേഡ് ചെയ്യുക. കോൾ സർക്കിൾ ട്രേഡുകൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മാക്സിമം ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. നിഫ്റ്റി 50-ലാണെങ്കിലും സെയിം സിനാരിയോ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഏരിയയിൽ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യേണ്ട. കാരണം ഇന്നലെയും ഇന്നും ഒരേ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ മേലേക്ക്. ഈ ലെവലിൻ്റെ മുകളിൽ നാളെ രാവിലെ ഓപ്പൺ ചെയ്യുന്നത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഇതിന് മുകളിൽ ഒരു ക്ലോസിങ് തന്നാൽ എന്ത് ചെയ്യാം, നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. 24,450, 470 വരെയൊക്കെ എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. അതിനുശേഷം മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സോണ് നമ്മളൊരു പ്രസന്റ് സോണായിട്ട് മാർക്ക് ചെയ്താണ്. ഇതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസിങ് എപ്പോഴാണോ തരുന്നത് അതിനുശേഷം മാത്രം ട്രേഡ് പ്ലാൻ ചെയ്താൽ മതി. ഇനി വലിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഈ ഒരു ലെവലിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ മാർക്കറ്റ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു റിവേഴ്സലിലാണ്. അപ്പോൾ ഇത് റിവേഴ്സൽ വന്നിട്ട് എന്ത് ചെയ്യാം, തിരിച്ച് കയറാം. പക്ഷേ ഇവിടെ വന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ക്യാൻഡിൽ എന്താണ് എന്ന് നോക്കിയ ശേഷം മാത്രമായിരിക്കും നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. ബിയറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു സെൽ ഓഫ് പ്ലാൻ ചെയ്യും ഇതുവരേക്കും. അതിനുശേഷം എന്ത് ചെയ്യാം, ഇവിടെ സപ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറാം. ഓക്കെ, ഇനി ഗ്യാപ്പ് ഡൗണിലാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ തന്നെയാണെങ്കിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തില്ല. ഇൻ കേസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് താഴേക്ക് പ്ലാൻ ചെയ്യാം. പക്ഷേ നമ്മൾ നേരത്തെ നിഫ്റ്റി ബാങ്കിൻ്റെ കേസ് പറഞ്ഞ പോലെ പകുതി ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രമായിരിക്കും നമ്മൾ ചെറുക്കിലെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് വൈകിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റിൽ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റാണ് തന്നുള്ളത്. 12 മണിക്ക് തന്ന ആ ഒരു മൂവ്മെൻറ്റ് ഒഴികെ ബാക്കി 2-3 ക്യാൻഡിൽ തന്ന മൂവ്മെൻറ്റ് ഒഴികെ ബാക്കി മാർക്കറ്റ് എന്തായിരുന്നു, സൈഡ് വൈസ് ഉണ്ടായിരുന്നു. രാവിലെയും ഉച്ചയ്ക്ക് ശേഷം ഒരു 3/4 മണിക്കൂർ ഒഴികെ ബാക്കി എല്ലാ സമയത്തും മാർക്കറ്റ് സൈഡ് വൈസ് ആയിരുന്നു. ഇതന്നെ ആയിരിക്കും നാളെയും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പണ്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, കോൾ സൈഡും പുട്ട് സൈഡിലും ട്രേഡ് സെല്ല് ചെയ്ത് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. കാരണം നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മൊമെൻറ്റം കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മറ്റുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ട. കാരണം ഇതിനുള്ളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോർമലി ഒരാഴ്ചയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഇത്രയും കാലത്തിനിടയ്ക്ക് ആവറേജ് നിഫ്റ്റി ഒരാഴ്ച മൂവ് ചെയ്ത് എന്താണോ അത് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ആഴ്ച മൂവ് ചെയ്യില്ല എന്നുള്ളത് ഒരു പ്ലാന് നമുക്കുള്ളത്, അല്ലെങ്കിൽ ഒരു പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. മറ്റുള്ള സ്ക്രിപ്റ്റുകൾ നമ്മൾ തൽക്കാലം ട്രേഡ് പ്ലാൻ ചെയ്യുന്നതിന് നിഫ്റ്റി ബാങ്കിലും അതേപോലെ ഇനി സെൻസെക്സ് വേണമെങ്കിൽ നോക്കാം. സെൻസെക്സ് ഇതേപോലെ തന്നെയാണ് നിൽക്കുന്നത് നിലവിൽ. കാര്യമായിട്ട് മൂവ്മെൻറ്റുകളൊന്നും നിഫ്റ്റിയുടെ സെയിം മൂവ്മെൻ്റ് ആണ് സെൻസെക്സ് തരാറുള്ളത് പൊതുവെ.
സെൻസെക്സിനെ സംബന്ധിച്ച് ഈ ഒരു ലെവൽ 80,600 എന്നുള്ള ലെവൽ ബ്രേക്ക് ഔട്ട് തന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പൊസിഷനിൽ നമുക്ക് 81,830 അതല്ലെങ്കിൽ 82,330 വരെയൊക്കെ ചെയ്യാം, ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിന് താഴെ വരികയാണെങ്കിൽ ഈ ഒരു ലെവലുകൾ, ഈ ഒരു 3 ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാത്ത കേസിൽ നമുക്ക് ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യേണ്ട. സെൻസെക്സിൻ്റെ കേസിലാണെങ്കിലും പിന്നെ ഇത് തന്നെയാണ് അവസ്ഥ. ഇനി നമുക്ക് സെൻസെക്സ് ഡൗൺ സൈഡ് വരുന്ന സമയമാണെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ മാത്രം ഒരു ചെറിയ റിസ്ക് എടുക്കാൻ പറ്റുന്ന ട്രേഡ് വല്ല ഉണ്ടെങ്കിൽ ഇതിലേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി അപ്സൈഡ് പോവുകയാണെങ്കിൽ, അപ്സൈഡിലാണെങ്കിൽ ഈ ഒരു ലെവലിൽ ബ്രേക്ക് ഔട്ട് കിട്ടണം. ഈ ഒരു ലെവലിൽ ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ ട്രേഡ് ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് സെൻസെക്സിന് ട്രേഡ് ഇല്ല. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് 80,500 മുകളിൽ മാർക്കറ്റ് ഓപ്പണിംഗ് തന്നാൽ അതായിരിക്കും സെൻസെക്സിൻ്റെ കേസിലും ട്രേഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മുഴുവൻ നമ്മുടെ പേഴ്സണലുള്ള വ്യൂസാണ്. എൻ്റെ പേഴ്സണൽ വ്യൂസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് റിവ്യൂ ഉണ്ടാക്കുക, അതിനനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്കൊരു സെക്കൻഡറി ഒപ്പീനിയൻ എന്നുള്ള ലെവലിൽ ഈ ഒരു വ്യൂ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.